വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിച്ചത് 1873 ഡിസംബർ 28-നാണ്. അദ്ദേഹത്തിൻ്റെ മരണം 1932 ഒക്ടോബർ 31-നാണ്. അപ്പോൾ അദ്ദേഹം ജനിച്ചത് 1873 ഡിസംബർ 28, മരണപ്പെട്ടത് 1932 ഒക്ടോബർ 31. ചിറയൻകീഴ് താലൂക്കിലെ വക്കം എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിച്ചത് ചിറയൻകീഴ് താലൂക്കിലെ വക്കം എന്ന സ്ഥലത്താണ്. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 1903 CP ഗോവിന്ദപിള്ളയുടെ പത്രാധിപത്യത്തിൽ ആരംഭിച്ച സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനായി പത്രരംഗത്തെത്തി. അപ്പം അദ്ദേഹം പത്രരംഗത്തെത്തുന്നത് 1903 CP ഗോവിന്ദപിള്ളയുടെ പത്രാധിപത്യത്തിൽ ആരംഭിച്ച സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനായിട്ടാണ്. 1905 ജനുവരി 19 അഞ്ചുതെങ്ങിൽ നിന്നാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്. 1906 ഇത് വക്കത്തേക്ക് മാറ്റി. അപ്പോൾ 1905 ജനുവരി 19 അഞ്ചുതെങ്ങിൽ നിന്നാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്. 1906 ഇത് വക്കത്തേക്ക് മാറ്റി. 1918 ആരംഭിച്ച അൽ ഇസ്ലാം, 1906 ആരംഭിച്ച മുസ്ലിം, 1931 ആരംഭിച്ച ദീപിക എന്നീ പ്രസിദ്ധീകരണങ്ങൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതായിരുന്നു. അൽ അമീൻ എന്ന പത്രം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആരംഭിച്ചതാണ്. അപ്പോൾ തിരിഞ്ഞു വരുത്. അൽ ഇസ്ലാമാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. അപ്പോൾ അൽ ഇസ്ലാം, മുസ്ലിം, ദീപിക ഈ പ്രസിദ്ധീകരണങ്ങൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. അൽ അമീൻ എന്ന പത്രം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് ആരംഭിച്ചത്. അൽ ഇസ്ലാം എന്നത് അറബി മലയാളത്തിലുള്ള മാസികയായിരുന്നു. അൽ ഇസ്ലാം എന്നത് അറബി മലയാളത്തിലുള്ള മാസികയായിരുന്നു. ദയാവു സബാഹ്, ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം എന്നിവ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ്. ഖുർആൻ ആദ്യമായി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഖുർആൻ ആദ്യമായിട്ട് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. ഐക്യ മുസ്ലിം സംഘം, ഇസ്ലാം ധർമ്മപരിപാലന സമാജം, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ, ധർമ്മപോഷിണി സഭ എന്നിവ അദ്ദേഹം രൂപീകരിച്ചതാണ്. അപ്പോൾ ഐക്യ മുസ്ലിം സംഘം, ഇസ്ലാം ധർമ്മപരിപാലന സമാജം, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ, ധർമ്മപോഷിണി സഭ എന്നിവ അദ്ദേഹം രൂപീകരിച്ചതാണ്. തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ അറബിക് ബോർഡിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ അറബിക് ബോർഡിൻ്റെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. മുസ്ലിം പ്രിൻറ്റിംഗ് ഹൗസ് സ്ഥാപിച്ചത് അദ്ദേഹമാണ്. മുസ്ലിം പ്രിൻറ്റിംഗ് ഹൗസ് സ്ഥാപിച്ചതും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച സംഘടനകൾ, അതുമായി ബന്ധപ്പെട്ട വർഷം, അത് സ്ഥാപിച്ച വർഷമാണ്. സ്വദേശാഭിമാനി പത്രം, അതിൻ്റെ ഉടമയായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. അത് സ്ഥാപിച്ചത് 1905 1905 അദ്ദേഹത്തിൻ്റേതായിട്ടത് തുടങ്ങുന്നത്. അൽ ഇസ്ലാം, അത് അറബി മലയാളം മാസികയാണ്. 1918 ആരംഭിച്ചത്. അൽ ഇസ്ലാം എന്ന് പറയുന്ന അറബി മലയാളം മാസിക 1918 ആരംഭിക്കുന്നത്. ജമാഅത്തുൽ ഇർഷാദ് എന്ന് പറയുന്നത് അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ളതാണ്. അഖില തിരുവിതാംകൂർ മുസ്ലിം സഭ, കേരള ഐക്യ മുസ്ലിം സംഘം 1922, ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം ഇതെല്ലാം വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സ്വദേശാഭിമാനി പത്രം 1905 അദ്ദേഹമായിരുന്നു ഉടമസ്ഥൻ. അത് ആരംഭിച്ചു. അൽ ഇസ്ലാം, അത് അറബി മലയാളം മാസികയാണ്. വർഷം 1918. ജമാഅത്തുൽ ഇർഷാദ്, അഖില തിരുവിതാംകൂർ മുസ്ലിം സഭ, കേരള ഐക്യ മുസ്ലിം സംഘം വർഷം 1922. ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം ഇതെല്ലാം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇനി വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായി ബന്ധപ്പെട്ട് ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ്. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്.
1905 സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അപ്പോൾ 1905 വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രം ആരംഭിക്കുന്നത്. SNDP മാതൃകയിൽ ഇസ്ലാം ധർമ്മപരിപാലന സംഘം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. SNDPയുടെ മാതൃകയിൽ ഇസ്ലാം ധർമ്മപരിപാലന സംഘം സ്ഥാപിച്ചത് വക്കം മൗലവിയാണ്. മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത് വക്കം മൗലവിയാണ്. അപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത്. കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ പിതാവ് വക്കം മൗലവിയാണ്. കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ പിതാവ് വക്കം മൗലവിയാണ്. മുസ്ലിം എന്ന പ്രസിദ്ധീകരണം വക്കം മൗലവി ആരംഭിച്ച വർഷം 1906 1906 മുസ്ലിം എന്ന പ്രസിദ്ധീകരണം വക്കം മൗലവി ആരംഭിച്ചത്. വക്കം മൗലവി അന്തരിച്ച വർഷം 1932 1932 വക്കം അബ്ദുൽ ഖാദർ മൗലവി മരണപ്പെട്ടത്. 1910 തിരുവിതാംകൂർ സർക്കാർ കണ്ടുകെട്ടിയ പ്രസ് വക്കം മൗലവിയുടെ അനന്തരാവകാശികൾക്ക് തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ച കേരള മുഖ്യമന്ത്രിയാണ് EMS. അപ്പോൾ 1910 തിരുവിതാംകൂർ സർക്കാർ കണ്ടുകെട്ടിയ പ്രസ് വക്കം മൗലവിയുടെ അനന്തരാവകാശികൾക്ക് തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ച കേരള മുഖ്യമന്ത്രിയാണ് EMS. വക്കം മൗലവിയുടെ ജന്മസ്ഥലം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പം വക്കം മൗലവി ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം എന്ന കൃതി രചിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം എന്ന കൃതി രചിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി പത്രം തിരുവനന്തപുരത്ത് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1907 സ്വദേശാഭിമാനി പത്രം തിരുവനന്തപുരത്ത് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1907 തിരുവിതാംകൂറിലെ രാജഭരണത്തിൻ്റെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന പത്രമാണ് സ്വദേശാഭിമാനി. തിരുവിതാംകൂറിലെ രാജഭരണത്തിൻ്റെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന പത്രമാണ് സ്വദേശാഭിമാനി പത്രം. അപ്പോൾ ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം എന്ന കൃതി രചിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി പത്രം തിരുവനന്തപുരത്ത് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1907 തിരുവിതാംകൂറിലെ രാജഭരണത്തിലെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന പത്രമാണ് സ്വദേശാഭിമാനി പത്രം. രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് ബ്രിട്ടീഷുകാർ സ്വദേശാഭിമാനി പത്രം അടച്ചു പൂട്ടിയത് ഏത് വർഷമാണ്? 1910 അപ്പോൾ 1910 രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് ബ്രിട്ടീഷുകാർ സ്വദേശാഭിമാനി പത്രം അടച്ചു പൂട്ടിയത്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപരാണ് CP ഗോവിന്ദപിള്ള. CP ഗോവിന്ദപിള്ളയാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യത്തെ പത്രാധിപർ. മുസ്ലിം സമുദായോദ്ധരണത്തിനായി 1906 ജനുവരിയിൽ വക്കം മൗലവി ആരംഭിച്ച വാർത്താ പത്രികയുടെ പേരെന്താണ്? മുസ്ലിം. അപ്പം മുസ്ലിം സമുദായോദ്ധരണത്തിനായി 1906 ജനുവരിയിൽ വക്കം മൗലവി ആരംഭിച്ച വാർത്താ പത്രികയുടെ പേരാണ് മുസ്ലിം. വക്കം മൗലവി ഇസ്ലാമിക പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചത് 1931 അപ്പോൾ 1931 വക്കം മൗലവി ഇസ്ലാമിക പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചത്. ഭയകൗടില്യ ലോഭങ്ങൾ വളർത്തില്ലൊരു നാടിന് എന്ന മുഖക്കുറിപ്പോടെ പ്രസിദ്ധീകരിച്ച പത്രമാണ് സ്വദേശാഭിമാനി. അപ്പോൾ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ മുഖക്കുറിപ്പാണ് ഭയകൗടില്യ ലോഭങ്ങൾ വളർത്തില്ലൊരു നാടിന്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയപ്പോൾ എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് അച്ചും അച്ചുകൂടവും എന്തിന് എന്ന നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയപ്പോൾ എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് അച്ചും അച്ചുകൂടവും എന്തിന് എന്ന നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന കൃതി രചിച്ചത് ഡോക്ടർ ജമാൽ മുഹമ്മദാണ്. സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന കൃതി രചിച്ചത് ഡോക്ടർ ജമാൽ മുഹമ്മദാണ്. താങ്ക് യു.